കൈത്തൊഴിൽ കൈത്തൊഴി കൈത്തൊഴിലാളികൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ കാസർഗോഡ് ജില്ലയെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ അധികം ലേറ്റ് ആകാതെ കണ്ണൂരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. കണ്ണൂർ ജില്ല രൂപീകരിക്കുന്നത് 1957 ജനുവരി 1-നാണ്. കേരളത്തിൽ 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂരാണ്. ഏറ്റവും വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂരാണ്. കാസർഗോഡിനെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലോ പഠിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല, തറികളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. അപ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് ഇരുത്തി പഠിക്കുക. ഇരുത്തി പഠിക്കുക എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ചോദ്യങ്ങൾ മാത്രം എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഞാനെല്ലാം പഠിച്ചു എന്നുള്ളതുകൊണ്ട് പറയുന്നതല്ലേ. എനിക്ക് ഇങ്ങനത്തെ കുറേ സാധനം പഠിക്കാണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നത് തന്നെ. ഇനി അടുത്തത്, രാജ്യത്തെ ആദ്യ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠാപുരം പഞ്ചായത്ത്. ശ്രീകണ്ഠാപുരമാണ് സാക്ഷരതാ പഞ്ചായത്ത്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ലക്ഷ്യം പൂർത്തിയാക്കിയ ആദ്യ ജില്ല. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ലക്ഷ്യം പൂർത്തിയാക്കിയ ആദ്യ ജില്ല കണ്ണൂരാണ്. ആദ്യത്തെ കോസ്റ്റൽ ഗാർഡ് അക്കാദമി സ്ഥാപിച്ചത് ഇരിണാവിലാണ്. മടക്കര ഇരിണാവിലാണ് ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിച്ചത്. 100% സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് കരിവള്ളൂർ പഞ്ചായത്ത്. 100% സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് കരിവള്ളൂർ പെരളം. കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയ സ്ഥലം ഏതാ? കല്യാശ്ശേരി. കേരളത്തിൽ ആദ്യമായിട്ട് അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കല്യാശ്ശേരി. ബീഡി വ്യവസായത്തിന് പേരുകേട്ട ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കറുവത്തോട്ടം അഞ്ചരക്കണ്ടിയിലാണ്. അത് കണ്ണൂരാണ്. കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം താവക്കര. ഞാനല്ല കണ്ണൂർ സർവകലാശാലേൻ്റെ 7 കൊല്ലം പഠിച്ച ആൾ. പുറത്ത് എവിടെയും പഠിക്കാൻ പറ്റില്ല. കേരളത്തിലെ 4ാമത്തെ രാജ്യാന്തര വിമാനത്താവളം കണ്ണൂർ മൂർക്കൻ പറമ്പിൽ ഒന്നാണ്. കേരളത്തിലെ 4ാമത്തെ രാജ്യാന്തര വിമാനത്താവളം. ടോളമിയുടെ കൃതികളിൽ നൗറ എന്ന് പരാമർശമുള്ള സ്ഥലമാണ് കണ്ണൂർ. ടോളമിയുടെ കൃതികളിൽ നൗറ എന്ന് പരാമർശമുള്ള സ്ഥലമാണ് കണ്ണൂർ. പ്രമുഖ സുഖവാസ കേന്ദ്രങ്ങളിൽ ഒന്നായ പൈതൽമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. പൈതൽമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കേരളത്തിലെ ആദ്യ സഹകരണ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ്. അത് കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സഹകരണ മെഡിക്കൽ കോളേജ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സഹകരണ ആശുപത്രികളുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ സഹകരണ ആശുപത്രികളുള്ള ജില്ല കണ്ണൂർ. അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം എന്ന് പഠിച്ചിട്ടുണ്ട്. 545. ഇവിടെ സ്വകാര്യ എയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ? കണ്ണൂരാണ്. 967 സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളാണ് കണ്ണൂരുള്ളത്. കേരളത്തിൽ നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏഴിമല നേവൽ അക്കാദമി. ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. കേരളത്തിലെ ആദ്യ വികലാംഗ സൗഹൃദ ജില്ലയാണ് കണ്ണൂർ. വികലാംഗ സൗഹൃദ ജില്ല. നമ്മളിപ്പം അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ബോംബ് പൊട്ടുന്നതെല്ലാം ആലോചിച്ചു. നിങ്ങൾ കണ്ണൂർ എന്ന് പറയുമ്പോൾ ബോംബ് എന്നല്ലല്ലേ പറയാം. അപ്പം ബോംബ് പൊട്ടുന്നതെല്ലാം ആലോചിച്ചാൽ ബോംബ് പൊട്ടിയിട്ടില്ല എന്നല്ല ആൾക്കാർ വികലാംഗന്മാരെല്ലാം ജന്മനാകുന്നതല്ല. നമ്മളിപ്പം അംഗവൈകല്യം വിട്ടെ. അപ്പോൾ സംഭവം മനസ്സിലായില്ലേ? വികലാംഗം എന്നുള്ളത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ബോംബിൻ്റെ കാര്യം ഓർമ്മിച്ചാൽ മതി. വികലാംഗ സൗഹൃദ ജില്ലയാണ് കണ്ണൂർ. മാർക്കോ പോളോ ഏലിനാട് എന്ന് രേഖപ്പെടുത്തിയ നാട് ഏഴിമലയാണ്. ഏലിനാട്. അതുപോലെ തന്നെ ഇബൻ ബത്തൂത്ത ഹിലി എന്ന് രേഖപ്പെടുത്തിയ നാടും ഏഴിമലയാണ്. ഇബൻ ബത്തൂത്ത ഹിലി എന്ന് രേഖപ്പെടുത്തിയ നാട് ഏഴിമല. അതുപോലെ തന്നെ മാർക്കോ പോളോ ഏലിനാട്, അതും ഏഴിമലയാണ്. 3 സികളുടെ നാട് എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. 3 സികളുടെ നാട്. അത് 1 ക്രിക്കറ്റ്, 1 സർക്കസ്, 1 കേക്ക്.
ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം വന്നത് തലശ്ശേരി. ജിംനാസ്റ്റിക് ആദ്യമായിട്ട് വന്നത് തലശ്ശേരി. മലബാർ ക്യാൻസർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കോടിയേരി തലശ്ശേരി. മലബാർ ക്യാൻസർ സെൻറ്റർ കോടിയേരി തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് തലശ്ശേരിയാണ്. ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ബേക്കറി തലശ്ശേരിയിൽ. ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് കളി രൂപം കൊണ്ടത് ഇവിടെ, അതും തലശ്ശേരിയാണ്. ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് കളി രൂപം കൊണ്ടത് തലശ്ശേരിയിലാണ്. സർക്കസിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം തലശ്ശേരി. സർക്കസിൻ്റെ കളിത്തൊട്ടിൽ തലശ്ശേരി. സർക്കസ് കളിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ. സർക്കസ് കളിയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരം. അതാരംഭിച്ചത് ഇല്ലിക്കുന്നിലാണ് തലശ്ശേരിയിൽ. 1847 ഹെർമൻ ഗുണ്ടർട്ടാണ് അത് സ്ഥാപിച്ചത്. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രത്തിൻ്റെ സ്ഥാപകൻ, രാജ്യസമാചാരത്തിൻ്റെ സ്ഥാപകനായ ഹെർമൻ ഗുണ്ടർട്ട്. പിന്നെ പഠിക്കാനുള്ളത് കണ്ണൂർ ജില്ലയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം. എല്ലാവർക്കും പറശ്ശിനിക്കടവ് അറിയില്ലേ? പറശ്ശിനി മുത്തപ്പനെ അറിയാത്തവരായിട്ട് കേരളത്തിൽ ആരും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ പറശ്ശിനിക്കടവാണ് പാമ്പ് വളർത്തൽ കേന്ദ്രമുള്ളത്. സ്നേക്ക് പാർക്ക്. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. ദക്ഷിണ വാരാണസി. കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാ? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ളത് ആറളമാണ്. കാസർഗോഡൊന്നും ഒന്നുമില്ല എന്ന് പറയാം. അപ്പം കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം. പവിത്ര മോതിരത്തിന് പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ സ്ഥലം. പവിത്ര മോതിരത്തിന് പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ സ്ഥലം ഏതാ? പയ്യന്നൂർ. ഇന്ത്യയിലെ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ. കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ. കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. വളപട്ടണം പുഴയെ കവ്വായി കനാലുമായി ബന്ധിപ്പിക്കുന്നു. വളപട്ടണം പുഴ ടു കവ്വായി കനാൽ ബന്ധിപ്പിക്കുന്നതാണ് നമ്മളെ സുൽത്താൻ കനാൽ എന്ന് പറയുന്നത്. വികേന്ദ്രീകൃത ആസൂത്രണം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കല്യാശ്ശേരിയാണ്. കല്യാശ്ശേരിനെ പറ്റി നേരത്തെ അയൽക്കൂട്ടം, കേരളത്തിൽ ആദ്യമായിട്ട് അയൽക്കൂട്ടം അല്ലേ, അതല്ലേ പറഞ്ഞത്? കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം പദ്ധതി നടപ്പിലാക്കിയ സ്ഥലവും കല്യാശ്ശേരിയാണ്. വികേന്ദ്രീകൃത ആസൂത്രണം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കല്യാശ്ശേരിയാണ്. ധർമ്മടം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന പുഴ അഞ്ചരക്കണ്ടി പുഴ. കോലത്തുനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം കണ്ണൂർ. കോലത്തുനാട്ടിൽ രാജാവിൻ്റെ സ്ഥാനപ്പേര് കോലത്തിരി. ഇതെല്ലാം സിമ്പിളായിട്ട് പാടപ്പാട് പറഞ്ഞു പോകുന്നതാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ. ചിറക്കൽ കോവിലിൽ ആരംഭിച്ച സാംസ്കാരിക സ്ഥാപനം. ചിറക്കൽ കോവിലിൽ ആരംഭിച്ച സാംസ്കാരിക സ്ഥാപനം കേരള ഫോക്ലോർ അക്കാദമി. പിച്ചളപാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കുഞ്ഞിമംഗലം. കുഞ്ഞിമംഗലം പിച്ചളപാത്രങ്ങളുടെ പറുദീസ. ഇതായിട്ട് എന്തൊക്കെ കണക്റ്റാക്കി പഠിക്കാൻ പറ്റും, അങ്ങനെ പഠിച്ചു. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ കൈത്തറി അല്ലേ, അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ്. 1968 ഗാന്ധി ജനിച്ചിട്ട് 99 കൊല്ലം കഴിഞ്ഞിട്ട് ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ. 1928 നെഹ്റു അധ്യക്ഷത വഹിച്ച പ്രദേശ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂർ. പയ്യന്നൂരിൽ ആണ് 1928 നെഹ്റു അധ്യക്ഷത വഹിച്ച കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. കേരളത്തിൻ്റെ പാരീസ് എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച പട്ടണം കേരളത്തിൻ്റെ പാരീസാണ് തലശ്ശേരി. കേരളത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കേരളത്തിൻ്റെ കിരീടം കണ്ണൂർ. കൈത്തറി തൊഴിലാളികൾക്കായി കൃതിക എന്ന പദ്ധതി നടപ്പിലാക്കിയ ജില്ല കണ്ണൂർ. കൈത്തറി തൊഴിലാളികൾക്കായിട്ട് കൃതിക എന്ന പദ്ധതി നടപ്പിലാക്കിയ ജില്ല കണ്ണൂരാണ്. കൃതിക കണ്ണൂർ. കൃതിക എന്ന് പറഞ്ഞിട്ട് കുറേ ബസ്സുണ്ട് തലശ്ശേരി ടു കണ്ണൂർ. അങ്ങനെ വെച്ചിട്ടൊന്നും ആലോചിക്കണ്ട. കണ്ണൂർ.
കേരളീയ കലയെ പ്രോത്സാഹിപ്പിക്കാനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പരിപാടി മലയാള ഗ്രാമം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ വരുന്നത്. അപ്പം ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.